മണ്ഡലപൂജയിൽ അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി ഇന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തും. ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിലെത്തും. പമ്പ നടപ്പന്തലിൽ ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള അവസരമുണ്ട്. അവിടെ നിന്ന് പ്രത്യേക പേടകത്തിലാക്കിയാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തുക. ഇന്ന് വൈകിട്ട് ദീപാരാധന തങ്കയങ്കി ചാർത്തയാണ്. ഇന്നലെ പെരുന്നാട് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പുരോഗമിക്കുകയാണ്. മനോജ്, ഇപ്പോൾ എവിടെയാണ് തങ്കയങ്കി ഘോഷയാത്ര ഉള്ളത്? പമ്പയിൽ എത്ര സമയം വരെ ദർശനത്തിനുള്ള അവസരമുണ്ട് തങ്കയങ്കി ഭക്തർക്ക്? ഉമേഷ്, തങ്കയങ്കി ഇപ്പോൾ എൻ്റെ പൂങ്കാവനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാഹ കഴിഞ്ഞ ശേഷം പ്ലാപ്പള്ളിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്ലാപ്പള്ളി തലപ്പാറ മലക്കോട്ടയിലാണ് ഇപ്പോൾ ഈ ഭക്തജനങ്ങളൊക്കെ അങ്ങനെ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. നേരത്തെ തന്നെ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മുന്നോട്ട് വരികയായിരുന്നു. ഇപ്പോൾ ഈ പൂങ്കാവനത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ 8 മണിയോടുകൂടിയാണ് ഈ പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കിയുമായി യാത്ര തിരിച്ചത്, ഈ രഥപ്രയാണം ആരംഭിച്ചത്. അതിനുശേഷം ഓരോ സ്ഥലങ്ങളിലും സ്വീകരണമുണ്ടായിരുന്നു. 11 മണിയോടുകൂടി നിലയ്ക്കലിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ സ്വീകരണമുണ്ട്. പിന്നാലെ പമ്പയിലേക്ക് ഉച്ചയ്ക്ക് 1:30 എത്തും. അവിടെ 3 മണി വരെയാണ് പമ്പയിലുണ്ടാകുക. 3 മണിക്ക് ശേഷമാണ് പമ്പയിൽ നിന്നും മലയിലേക്ക് കയറുക. അതിനു വേണ്ടിയിട്ടുള്ള 10 അംഗ സംഘം, അതായത് ഈ തങ്കയങ്കിയും കൊണ്ട് മല കയറുവാനുള്ള 10 അംഗ സംഘം ഈ രാവിലെ കൊട്ടാരത്തിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ഈ രഥപ്രയാണത്തോടൊപ്പമുണ്ട്. എന്തായാലും ഇവിടെ ഭക്തജനങ്ങളൊക്കെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ റോഡിലൂടെ തങ്കയങ്കി ഇവിടേക്ക് എത്തിച്ചേരും. ദേവസ്വം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വനപാലകരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ ഉണ്ട്. രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. തങ്കയങ്കി പെരുന്നാട് ക്ഷേത്രത്തിൽ നിന്നും, ആ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ ദർശനത്തിന് വേണ്ടി അവിടെ വച്ചിരുന്നു. അതിനുശേഷം 8 മണിയോടുകൂടി ഈ രഥത്തിലേക്ക് കയറ്റിയാണ് ഈ രഥപ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വളരെയധികം ഭക്തിപൂർവമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു ഓരോ സ്വീകരണങ്ങളും. അവിടെ നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് വൈകിട്ട് നടക്കും. അതിനു മുമ്പായി തന്നെ വിവിധയിടങ്ങളിൽ സ്വീകരണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഉണ്ടാകും. അതിനുശേഷം മലയിൽ കയറിയതിന് പിന്നാലെ തന്നെ ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സ്വീകരണം. പിന്നാലെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തങ്കയങ്കി ഏറ്റുവാങ്ങും. എന്തായാലും അതിനു മുമ്പായി തന്നെ ഈ ഒരു സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഓരോ സ്ഥലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ലാഹ കഴിഞ്ഞ ശേഷം പ്ലാപ്പള്ളിയിലേക്കാണ് ഈ അല്പസമയത്തിനകം തങ്കയങ്കി എത്തിച്ചേരുക.